കാരുണ്യവാനായ കർത്താവേ, നല്ലവനായ ദൈവമേ, 86 വയസ്സ് 88 വയസ്സ് കാലം പൊൻകരങ്ങളിൽ കൈവെള്ളയിൽ പേരെഴുതി സൂക്ഷിച്ച് ഈ മരണ ദിനം വരെ കാത്തുപരിപാലിച്ച് ദൈവമേ, സഭയ്ക്കും അനേകം പേർക്കും ലോകാതിർത്തികൾ വരെ നന്മ ചെയ്യാനായിട്ട് അനന്തകരുണയിൽ അനന്തപരിപാലനയിൽ അവിടുന്ന് വിനിയോഗിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട മേരി ടീച്ചറിനെ, അങ്ങയുടെ പ്രിയ മകളെ അവിടുന്ന് ഇപ്പോൾ നിത്യത്തിലേക്ക് വിളിച്ചിരിക്കുന്നതിന് ഞങ്ങൾ നന്ദി പറയുന്നു, ഞങ്ങൾ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. അനേകം പേർക്ക് രോഗശാന്തി കൊടുക്കാൻ, കൗൺസിലിംഗ് കൊടുക്കാൻ, ആന്തരിക സൗഖ്യം കൊടുക്കാൻ, വചനം കൊടുക്കാൻ ഈ മകളെ ഉപയോഗിച്ചതിന് ഞങ്ങൾ നന്ദി പറയുന്നു. കേരളത്തിന് പുറമെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലും വിദേശ രാജ്യങ്ങളിലും അങ്ങ് കൊണ്ടുപോയതുകൊണ്ട് പോകാൻ സാധിച്ചു. പോയി അങ്ങയുടെ കൽപ്പന, നിങ്ങൾ ഭൂമിയുടെ അതിർത്തികൾ വരെ എൻ്റെ സുവിശേഷം പ്രസംഗിക്കുക എന്ന് പഠിപ്പിച്ച അങ്ങയുടെ കൽപ്പന അനുസരിക്കുവാൻ ഈ മകളെ ജീവിതകാലം മുഴുവൻ അവിടുന്ന് അഭിഷേകം ചെയ്ത് അനുഗ്രഹിച്ച് സഭയുടെ തലവനായ മാർപ്പാപ്പയുടെ അടുത്ത് വരെ എത്തിക്കുകയും കർത്താവിൻ്റെ ആശീർവാദം മാർപ്പാപ്പയിൽ നിന്ന് സ്വീകരിക്കുവാൻ അനുഗ്രഹിക്കുകയും ചെയ്തതിന് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവായ ദൈവമേ, ഒരു കന്യാസ്ത്രീയാകാൻ ആഗ്രഹിച്ചിട്ട് SLC പോലും പാസ്സാകുന്നതിന് മുമ്പ് ക്ഷയരോഗം വന്ന് ചികിത്സയിലായി, പിന്നീട് ഒരു അൽമായ പ്രേക്ഷിതത്വത്തിലേക്ക് ആ മകളെ കൊണ്ടുവന്നു. ടീച്ചറായി ജോലി ചെയ്തു. ബാക്കി സമയം മുഴുവൻ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഓടുവാൻ, എവിടെയെങ്കിലും ദുഃഖവും ദുരിതവും തകർച്ചയും മദ്യപാനവും, എവിടെയെല്ലാം കുടുംബ തകർച്ചയുണ്ടോ അവിടെയെല്ലാം ഓടിയെത്തുവാൻ മണിക്കൂറുകൾ കൗൺസിലിംഗ് കൊടുത്തും വചന പ്രഘോഷണ വേദിയിൽ നിന്നുകൊണ്ട് യേശുവിൻ്റെ വചനം പ്രസംഗിക്കുവാനും യേശുവിന് സാക്ഷ്യം വഹിക്കുവാനും ഈ മകളെ അവിടുന്ന് ഉയർത്തി ഉപയോഗിച്ചു. എല്ലാം അങ്ങയുടെ കാരുണ്യമാണ്, അങ്ങയുടെ മഹത്വമാണ്. ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ദൈവമേ, ഇപ്പോൾ സ്വർഗയാത്രയിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്ന ഈ നിമിഷം ആ മകൾക്കും ഞങ്ങൾക്കും എല്ലാവർക്കും പ്രത്യാശയും സന്തോഷവും നൽകുന്ന ദിവസമാണ്, സമയമാണ്. കാരണം അങ്ങയോട് കൂടെ ജീവിക്കുവാൻ, അങ്ങേക്ക് വേണ്ടി ജീവിക്കുവാൻ, അങ്ങയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഞാൻ നീതിമാന്മാരെ തേടിയല്ല, പാപികളെ പശ്ചാത്താപത്തിലേക്ക് വിളിക്കാനാണ് വന്നത്. ആരോഗ്യവാന്മാർക്കല്ല, രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം. അങ്ങയുടെ സ്വന്തമായ ഈ ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളുടെ അങ്ങയുടെ പ്രിയപ്പെട്ട മകളും ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരിയുമായ മേരി ടീച്ചറിനെ അവിടുന്ന് ഉപയോഗിച്ചു. ഈ കുടുംബത്തെ, ഈ സ്ഥലത്തെ അവിടുന്ന് ഉപയോഗിച്ചു. ദൈവത്തിൻ്റെ അനന്ത പരിപാലനയിൽ കിട്ടിയ സമ്പാദ്യം ദൈവ ശുശ്രൂഷയ്ക്ക് വേണ്ടി വേർതിരിക്കുവാൻ, മരണത്തിന് മുമ്പ് തന്നെ അത് എഴുതി ഏൽപ്പിക്കുവാൻ അവിടുന്ന് അനുഗ്രഹിച്ചു. ഈ അവസാന നിമിഷം വരെ താമസിച്ച ഭവനം KCBCക്ക് എഴുതി കൊടുത്തു. കേരള ബിഷപ്സ് കോൺഫറൻസിൻ്റെ ചുമതല അല്ലെങ്കിൽ പ്രാതിനിധ്യം കൊല്ലം പിതാവ് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. എല്ലാത്തിനും വേണ്ടി ഞങ്ങൾ നന്ദി പറയുന്നു. നിത്യകാല സ്വർഗ സൗഭാഗ്യത്തിലേക്ക് ഞങ്ങളെ വിളിച്ചിരിക്കുന്നതിന്, മേരി ടീച്ചറിനെ കൊണ്ടുപോയിരിക്കുന്നതിന് ഞങ്ങൾ നന്ദി പറയുന്നു. കാരുണ്യവാനായ കർത്താവേ, എന്തെല്ലാം പുണ്യം ചെയ്താലും ഞങ്ങൾക്കെല്ലാവർക്കും കുറവുകൾ ഉള്ളതുകൊണ്ട് ഞങ്ങളെ ശുദ്ധീകരിക്കാനായി, ഞങ്ങളെ വിശുദ്ധീകരിക്കാനായി, ഞങ്ങളുടെ സ്വർഗ സൗഭാഗ്യം വർദ്ധിപ്പിക്കാനായി അവിടുന്ന് സഹനത്തിൻ്റെ
പാനപാത്രം ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകുന്നു. ഈ അവസാന കാലത്ത് സഹനത്തിലൂടെ മേരി ടീച്ചറിനെ കൊണ്ടുപോയി വെള്ളം പോലും ഒന്നെടുത്ത് കുടിക്കാൻ പറ്റാതെ മറ്റുള്ളവർ വെള്ളം വായിൽ ഒഴിച്ച് കൊടുക്കേണ്ട ഒരവസ്ഥ. ഇത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇന്നല്ലെങ്കിൽ നാളെ എപ്പോഴെങ്കിലും കടന്നു പോകേണ്ട അവസ്ഥയാണ്. അത് ഞങ്ങളുടെ വിശുദ്ധീകരണ സമയമാണ്. ഞങ്ങളുടെ എളിമപ്പെടാനും എല്ലാ ദൈവത്തിലും മറ്റുള്ളവരിലും ആശ്രയിക്കുവാനും ഞങ്ങളിൽ തന്നെ ഒന്നുമല്ല എന്ന് തിരിച്ചറിഞ്ഞ് ഏറ്റു പറയുവാനും സ്വർഗ സൗഭാഗ്യത്തിന് ഒരുക്കുവാനുമുള്ള ഒരു സമയമാണിതെല്ലാം. അങ്ങനെ വിശുദ്ധീകരണ വഴിയിലൂടെ ഞങ്ങളെ എല്ലാവരെയും നയിക്കും. മേരി ടീച്ചറിനെ നയിച്ചു. കർത്താവെ, ഇന്നലെ വൈകുന്നേരം മേരി ടീച്ചറിൻ്റെ മൃതശരീരം ഡിവൈനിൽ കൊണ്ടുവരാനും അവിടെയുള്ള വലിയ പ്രേക്ഷിത സമൂഹവും വൈദികരും എല്ലാം ചേർന്ന് മൃതശരീരം അവിടെ ഹാളിൽ ദേവാലയത്തിൽ ബലിയർപ്പണ വേദിയിൽ വെച്ച് ഒരു വലിയ സമൂഹത്തിന് മധ്യത്തിൽ ദിവ്യബലി അർപ്പിക്കാനും അവിടുന്ന് കരുണ നൽകി. എല്ലാവർക്കും ഒരാശ്വാസവും ഒരാനന്ദവും ആയിരുന്നു അത്. മേരി ടീച്ചറിനെ ഒന്നുകൂടെ കാണാൻ സാധിക്കുക എന്നും ദിവ്യബലി അർപ്പിച്ച് മേരി ടീച്ചറിന് വേണ്ടി പ്രാർത്ഥിക്കാൻ സാധിക്കുന്നു. ഇതൊന്നും ഞങ്ങളുടെ കഴിവല്ല, ഞങ്ങളുടെ പുണ്യമല്ല, അവിടുത്തെ ദാനമാണ്. അതുകൊണ്ട് ഞങ്ങൾ നന്ദി പറയുന്നു. മേരി ടീച്ചറിനോടൊപ്പം മധ്യസ്ഥം വഹിക്കുന്ന അനേകം പേര് ലോകത്തിൻ്റെ അതിർത്തികൾ വരെയുണ്ട്. അവരെയും കൂടി ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. അമേരിക്കയിൽ 4 പ്രാവശ്യം മേരി ടീച്ചർ പോയി. യൂറോപ്പിലും ഞങ്ങളുടെ കൂടെ വന്നു. വടക്കേ ഇന്ത്യയിലും ആസാമിലും എല്ലാം സുവിശേഷ വേലയ്ക്കായി ഞങ്ങളുടെ ഉണ്ടായിരുന്നു. അതിലുപരി പോട്ടാശ് ശുശ്രൂഷ തുടങ്ങിയ നാളുകളിലെല്ലാം പനക്കിലച്ചനോടൊപ്പം തോളോട് ചോർന്ന് എന്നപോലെ രാത്രിയും പകലും കഠിനാധ്വാനം ചെയ്തു. അതിന് ഞങ്ങൾ നന്ദി പറയുന്നു. കൂടാതെ ഡിവൈൻ ധ്യാന കേന്ദ്രം തുടങ്ങിയപ്പോഴും അതികഠിനമായ അധ്വാനവും പ്രാർത്ഥനയും ശുശ്രൂഷയും അവിടെയും വർഷങ്ങൾ നൽകിയ ശേഷമാണ് ബോംബെ ധ്യാന മന്ദിരം തുടങ്ങാനായിട്ട് ദൈവം ആ മകളെ അയച്ചു. 3-4 കൊല്ലം അവിടെ അധ്വാനിച്ചു, പ്രാർത്ഥിച്ചു, വചനം പങ്കുവെച്ചു. ഫരീദാബാദ് ധ്യാന മന്ദിരം തുടങ്ങാനും മേരി ടീച്ചറിനെ അയച്ചു. അവിടെയും 3-4 കൊല്ലം അധ്വാനിച്ചു. പിന്നീട് ആന്ധ്രയിലെ കർണൂൽ ധ്യാന കേന്ദ്രം തുടങ്ങാൻ മേരി ടീച്ചറിനെ അവിടുന്ന് കൊണ്ടുപോയി. എല്ലായിടത്തും നല്ല സുദൃഢമായ സമർപ്പണത്തിൻ്റെ, കഠിനാധ്വാനത്തിൻ്റെ, മധ്യസ്ഥ പ്രാർത്ഥനയുടെ ശുശ്രൂഷ ചെയ്തു. ഇതിനെല്ലാം ഞങ്ങൾ നന്ദി പറയുന്നു, സ്തുതിക്കുന്നു. കർത്താവെ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരെയും പ്രതി ഞങ്ങൾ നന്ദി പറയുന്നു. യേശുവേ സ്തുതി, യേശുവേ നന്ദി.